ആറാട്ട് ഇറങ്ങിയതിനു ശേഷം ലാലേട്ടനോ ബി ഉണ്ണികൃഷ്ണനോ ബി ഉണ്ണികൃഷ്ണൻ കണ്ടിട്ടുണ്ട്, ദേപ്പുട്ട് വെച്ചുള്ള കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ കണ്ടിട്ടില്ല. ലാലേട്ടൻ അവസാനമായിട്ട് ഞാൻ കണ്ടത് ഇത് എന്താണ് പേര്, ഇത് ഗ്രാൻഡ് മാസ്റ്റർ ലൊക്കേഷൻ വെച്ചാണ്. പിന്നെ കണ്ടിട്ടില്ല. ഞാൻ നാല് ചേട്ടൻ നേരിട്ട് കണ്ട് സംസാരിക്കുക എല്ലാം ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കുറിച്ച് ബുക്ക് എഴുതിയതാണ്. പുള്ളിയെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. സന്തോഷ് വർക്കി എന്നുള്ള വ്യക്തിനെ അറിയാമായിരുന്നോ? എന്നെ അറിയാമുണ്ട്. പുള്ളി മറന്നുണ്ടാവും, മറന്നുപോയിട്ട് ഒരുപാട്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വൈറലായ ശേഷം പുള്ളിയുടെ മാനേജർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആമസോണിൽ ഞാൻ പബ്ലിഷ് ബുക്കിൻ്റെ താഴെ പുള്ളി എഴുതിയിട്ടുണ്ട് സന്തോഷ് ഐ വാണ്ട് ടു സീ യു എന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന മോഹൻലാൽ ഒരിക്കലും റിജക്ട് ചെയ്ത ആളാണ്. മോഹൻലാൽ വെച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്ക് വളരെ സെൻസിറ്റീവാന്ന് തോന്നുന്നു. പുള്ളി ആരെങ്കിലും വേദനിപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആരെങ്കിലും ഹേർട്ട് ചെയ്താൽ പിന്നെ ഒരു മനസ്സിൽ പോകും. ആ സ്വഭാവമുണ്ട്. അത് പുള്ളി സെൻസിറ്റീവ്. ഞാനായിട്ട് അങ്ങനത്തെ പ്രശ്നം വന്നിട്ടുണ്ട്. അല്ല സന്തോഷേട്ടനും അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ എനിക്ക് ഹേർട്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ റിയാക്ട് ചെയ്യും. ഞാൻ ആ കാര്യം മമ്മൂട്ടി പോലെയാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അപ്പം ഞാൻ വെറുതെ മൂഡൗട്ട് ആവാറില്ല. ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമ്പോൾ മൂഡൗട്ട്